ഹലോ ഫ്രണ്ട്സ്, ഫിഷ് ഹണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മത്സ്യക്കുളം നിർമ്മാണത്തെക്കുറിച്ച് ചില വിവരങ്ങൾ നിങ്ങളോട് പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മത്സ്യക്കുളം എളുപ്പത്തിൽ നിർമ്മിക്കാൻ തക്കവണ്ണം സാധിക്കുന്ന ചില ഇതുങ്ങളുണ്ട്. അപ്പോൾ ഈ മത്സ്യക്കുളത്തിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നത് സിമെൻറ്റ് കുളം ഉണ്ടാക്കാം. സിമെൻറ്റ് കുളം വെച്ചാൽ കട്ട വെച്ച് ഉണ്ടാക്കേണ്ടതില്ല. അതാണ് ഈ മെഷ് വെച്ചിട്ട് അതിൽ സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫറസ്റ്റ് ടാങ്ക് എന്നാണ് അതിന് പറയാൻ. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് പരിശീലനം ലഭിച്ച ആളുകളുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമുക്കത് കൊടുക്കാൻ കഴിയും. അപ്പോൾ എത്ര ലിറ്ററിൻ്റെ വേണം എന്ന് പറഞ്ഞാൽ മതി. 5000 ലിറ്റർ, 10000 ലിറ്റർ, 50000 ലിറ്റർ, 1,00,000 ലിറ്റർ ഒക്കെ 2 ലക്ഷം വരെയും കൊള്ളുന്ന ഫറസ്റ്റ് ടാങ്കുകൾ അവരുണ്ടാക്കും. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ റേറ്റ് അനുസരിച്ച് ഒരു ലിറ്ററിന് 4 രൂപ എന്ന തോതിലാണ് അവർ ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ അവർ തന്നെ മെഷും എൻ്റെ ഒക്കെ കാര്യങ്ങളെല്ലാം അവർ കൊണ്ടുവന്ന് ഒരു ലിറ്ററിന് 4 രൂപ എന്നുള്ള തോതിൽ കൊടുത്താൽ മതി. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മെത്തേഡുണ്ട്. അപ്പോൾ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നു ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. വെള്ളം ഇല്ലാതെ വരുമ്പോഴാണ് അത് വിരിഞ്ഞു പോണത്. അപ്പോൾ വെള്ളം എപ്പോഴും എടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് സംബന്ധിച്ച് ചില വിശദാംശങ്ങൾ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കതിൻ്റെ കാഴ്ചയിലേക്ക് വരാം. അപ്പോൾ ഇതുണ്ടോ, ഇതുപോലുള്ള റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഒരു ഇതനുസരിച്ച്, സ്പേസ് അനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ 4 ഡയമീറ്ററിൻ്റെ കുളമാണ്. ഇത് ഞാൻ പടുതയിട്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിതിന് വേണമെങ്കിൽ ഈസി ആയിട്ട് ഇതിനെ കൺവേർട്ടാക്കി ഇത് ഫിറോസ് ടാങ്കാക്കി മാറ്റാം. ഇതുപോലെ സ്ട്രക്ചർ ചെയ്യുക. ഉണ്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ സ്ട്രക്ചർ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതിന് മുകളിലേക്ക് സിമെൻറ്റ് കൂട്ടിയിട്ട് തേച്ച് കൊടുത്താൽ മതി. തേച്ച് പല ലെയർ, ഒരു 3-4 ലെയർ സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ, സിമെൻറ്റ് മണ്ണിനോട് ചേർത്ത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഫിറ്റായി. അപ്പോൾ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. തന്നെ ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ പടുത എന്നൊക്കെ പറഞ്ഞാൽ കുറേ നാൾ തുടർച്ചയായിട്ട് വെയിലടിച്ച് കഴിയുമ്പോൾ ഈ പടുത ലെയറായിട്ട് പൊളിയും. പക്ഷേ ഫെറോസ് ടാങ്ക് ആണെങ്കിൽ ആ പ്രശ്നം വരികയില്ല. അതാണ്. അപ്പോൾ ഫെറോസ് ടാങ്ക് ഉണ്ടാക്കാൻ എളുപ്പം. കാരണം ഇതുപോലെ സ്ട്രക്ചർ ആദ്യമേ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് വലുപ്പത്തിലാണോ വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ചതുരക്കുളത്തേക്കാൾ നല്ലത് റൗണ്ട് കുളമാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ലോഡ് പിടിക്കും. ഇപ്പോൾ ചതുരക്കുളം ആകുമ്പോൾ അതിനെ ലോഡ് പിടിക്കാൻ പ്രയാസമാണ്. റൗണ്ട് ആകുമ്പോൾ ലോഡ് പിടിക്കും. അപ്പോൾ അതിന് അധികം കട്ടി വേണമെന്നില്ല. ഒരു 3 ഇഞ്ച് 2 ഇഞ്ച് കനമൊക്കെ അവർ സാധാരണയായിട്ട് 2 ഇഞ്ചൊക്കെ വെക്കാറുള്ളൂ തിക്നെസ് ഇതിൻ്റെ ഫിറോസ് ടാങ്കിൻ്റെ. അപ്പോൾ അതിലിങ്ങനെ റൗണ്ട് ഷേപ്പ് ആകുമ്പോൾ നല്ല ലോഡ് പിടിക്കും. ആവശ്യമുള്ള നമുക്ക് സ്റ്റോക്ക് ചെയ്യാം. പിന്നെ അത് കൂടാതെ തന്നെ ഇതുപോലൊരു ഔട്ട്ലെറ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതുണ്ടോ. അപ്പോൾ ഈ കുളം തീർത്ത് പറ്റിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് ഇവിടെ 1.25 ഇഞ്ചിൻ്റെ ഒരു ഓസിയം കൊടുത്ത്, അത് ഈ കുളത്തിന് 14 ലിറ്റർ ഉള്ളതുകൊണ്ടാണ് 1.25 കൊടുത്തത്. ഇപ്പോൾ ഒരു 10-20 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 1,00,000 ലിറ്ററിൻ്റെ ആണെങ്കിൽ അതനുസരിച്ച് വണ്ണം കൂട്ടി കൊടുക്കാം. നിങ്ങൾക്ക് 2 ഇഞ്ചിൻ്റെ ഓസ് കൊടുക്കാം. അതുപോലെ ഒരു വാൽവും കൂടെ സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കുളം ഏതെങ്കിലും സമയത്ത് പറ്റിക്കേണ്ടതുണ്ടെങ്കിൽ തീർത്ത് കുളം പറ്റിക്കാൻ കഴിയും. വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാം. പിന്നെ ഇതിനകത്ത് മത്സ്യങ്ങളെ പിടിക്കാൻ ഈസി ആയിരിക്കും അങ്ങനെ വരുമ്പോൾ. അപ്പോൾ വെള്ളം നമ്മൾ ഈ ടാപ്പ് തുറന്ന് വെള്ളം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുളം പെട്ടെന്ന് പറ്റി അതിൻ്റെ അകത്ത് ഇറങ്ങി മീനെ പിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതി അവലംബിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ സിമെൻറ്റ് കുളത്തിൽ അങ്ങനെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ചെയ്യും, കൂടുതലായിട്ട് വർഷങ്ങളോളം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അവർ തന്നെ നിർമ്മിക്കുമ്പോൾ തന്നെ അവർക്ക് ഇത്ര വർഷത്തേനുള്ളൊരു വാറൻറ്റി അവർ തന്നെ തരുന്നുണ്ട്. ഈ ഉണ്ടാക്കുന്ന വ്യക്തികൾ തന്നെ തരുന്നുണ്ട്. ഫിറോസ് ടാങ്ക് നിർമ്മിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ അതിനൊരു വാറൻറ്റി തരുന്നുണ്ട്, ഇത്ര വർഷം എന്നുള്ളത്. അത് കഴിഞ്ഞാൽ പോകുന്ന അർത്ഥത്തിലല്ല, പിന്നീട് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ഗ്രൗട്ടൊക്കെ തേച്ച് പിടിപ്പിച്ച് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ കുറേ നാൾ അധികം നാൾ നിൽക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗുണമെന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ പടുത സമയങ്ങളിൽ മേടിക്കണ്ട. അപ്പോൾ ഇങ്ങനെ പടുതയാകുമ്പോൾ അത് ഒരു 3 വർഷത്തേക്കുള്ളിലൊക്കെ പടുത നിൽക്കില്ല. അല്ലെങ്കിൽ പടുതയ്ക്ക് നമ്മൾ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഈ പടുത വെയിലടിക്കാതെ ഇതിന് പുറമെ ഇതുപോലെ ഗ്രീൻ നെറ്റ്, ഷെയ്ഡ് നെറ്റ് ഇട്ട് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്താലും നിൽക്കും. പിന്നെ ഇങ്ങനെയുള്ള സ്ട്രക്ചർ ആകുമ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മണ്ണിലാണ് വെച്ചേക്കുന്നത്. ഉണ്ടാവും, തുരുമ്പ് പിടിക്കും കുറേ കഴിയുമ്പോൾ. നമ്മൾ എത്ര പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മഴയൊക്കെ ചടി തുരുമ്പ് പിടിക്കും. അപ്പോൾ ഇത് ഫിറോസ് ടാങ്ക് ആണെങ്കിൽ അങ്ങനത്തെ പരിപാടി ഇല്ലല്ലോ. സിമെൻറ്റ് എത്ര നാളുകളിൽ ഇരുന്നോളും. അങ്ങനെ ഗുണമുണ്ട്. അപ്പോൾ ആ വിധത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഏതായാലും ശ്രദ്ധിക്കുന്ന സംഗതി, ഇങ്ങനെ ഫിറോസ് ടാങ്ക് പണിയുമ്പോൾ ഇതുപോലൊരു ഔട്ട്ലെറ്റ് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് അതിൻ്റെ അകത്ത് നിന്ന് മീനെ പിടിക്കാൻ എളുപ്പമായിരിക്കും. തന്നെയല്ല ഈ അതിനകത്ത് ഉള്ളിൽ മണ്ണിടണമെങ്കിലും അത് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഈ വിധത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില ടിപ്സുകൾ പ്രദാനം ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് സമാനമായ മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.